എന്നുള്ളം തിരയുന്നൊരേ സ്നേഹം നീ മാത്രമേ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, സെൻറ് തോമസ് റീജിയൻ മാണ്ഡ്യ ഒരുക്കുന്ന തിബേരിയസ് ആരാധന തിരുമണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിബേരിയസ് കടൽ തീരത്താണ് ഈശോ തൻ്റെ രണ്ടാമത്തെ വിശുദ്ധ കുർബാന ശിഷ്യന്മാരും ഒത്ത് അർപ്പിച്ചതെന്ന് പറയാം. ഈശോ ഉത്ഥാനത്തിന് ശേഷം നിരാശരായ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ്ലിഹായുടെ നേതൃത്വത്തിൽ അവർ വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോവുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവരുടെ ഹൃദയം ശൂന്യം, വലകൾ ശൂന്യം, വള്ളവും ശൂന്യം. നിരാശരായി മടങ്ങവേ തിബേരിയസ് കടൽ തീരത്ത് ആരോ അവർക്കായി കാത്തിരിക്കുന്നു. ഈശോ പറയുന്നു, നിങ്ങളുടെ വള്ളത്തിൽ അല്ലെങ്കിൽ വലകളിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞ് അവരോട് വള്ളത്തിൻ്റെ വലതുവശത്ത് വല വീശുക എന്ന് പറയുകയും വല നിറച്ച് കീർമാർ അവർക്ക് മത്സ്യങ്ങളെ ലഭിക്കുകയും ചെയ്യുന്നു. ഈശോയാണ് അതെന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരിൽ ഒരാൾ പത്രോസ്ലിഹായോട് പറയുകയും പത്രോസ്ലിഹ സന്തോഷം കൊണ്ട് കടലിലേക്ക് എടുത്തു ചാടുകയുമാണ്. ഈശോ അവരെ പ്രഭാത ഭക്ഷണത്തിനായിട്ട് കടൽ തീരത്തേക്ക് ഒരുക്കിയിരുന്ന മീനും അപ്പവും കഴിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം അവരുടെ ശൂന്യതയെ ഇല്ലാതാക്കി. ഈശോയുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം, നിരാശയിൽ നിന്ന് മോചിതരായി. അവർ പ്രചോദിതരായി വീണ്ടും ഈശോയിൽ ആയിരിക്കുകയും അങ്ങനെ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം മുൻപോട്ട് പോകാനുള്ള കരുത്ത് ആർജിക്കുകയുമാണ്. തിബേരിയസ് കടൽ തീരത്തെ ഈ പ്രഭാത ഭക്ഷണത്തെ ദിവ്യകാരുണ്യത്തോട് നമുക്ക് താരതമ്യപ്പെടുത്താം. ഇവിടെയാണ് അവർക്ക് ഈശോയോടൊത്തായിരിക്കുവാനും ഈശ്വര ഉത്ഥാനത്തിൻ്റെ അനുഭവം ലഭിക്കുവാനുമായി ഇടവരുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒത്തിരിയേറെ മിഷൻ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ ഉത്തരവാദിത്തങ്ങൾ, കുടുംബജീവിത ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലും പലപ്പോഴും നമ്മൾ നിരാശരാകുന്നു, ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ എപ്പോൾ അനുഭവിക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് ശൂന്യത മാറി നിറവുണ്ടാകുക, സന്തോഷം, സമാധാനം ഉണ്ടാകുക. തിബേരിയസ് ആരാധന ഈശോടൊത്ത് 1 മണിക്കൂറായിരിക്കുവാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഈശോടൊത്ത് യാത്ര ചെയ്യാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം. നമുക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ഉള്ളവരായി, പ്രചോദിതരായി, ശൂന്യത മാറി പൂർണ്ണതയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ മിഷണറി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ എല്ലാവരെയും തിബേരിയസ് ആരാധന തിരുമണിക്കൂർ ഒരുക്കുന്ന ആ വിരുന്നിലേക്ക് സെൻറ് തോമസ് റീജിയൻ മാണ്ഡ്യയുടെ പേരിൽ സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ.